ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കുറ്റി കണ്ടല്ലോ, ഒന്നും ആയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇന്ന് പുട്ട് ഇടുന്നത് അരിപ്പൊടി കൊണ്ടല്ല, റാഗിപ്പൊടി കൊണ്ടാണ്. ഇതാണ് റാഗിപ്പൊടി. റാഗി എന്ന് പറഞ്ഞാൽ മുത്താറി എന്ന് പറയും, പിന്നെ വേറെ എന്തോ പഞ്ഞപ്പുല്ല് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കാച്ചി കൊടുക്കുന്ന ഒരു സാധനമാണ് റാഗി. എല്ലാവർക്കും അറിയാം റാഗി എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് റാഗിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. റാഗി വളരെ ശരീരത്തിന് നല്ലതാണ്. പക്ഷേ അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചെങ്കിൽ മാത്രമേ നല്ലതായിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ റാഗിയും കൊണ്ട് പുട്ടുവിടാൻ പോകുന്നത്. റാഗിയുടെ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഒന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പം ഇന്ന് പുട്ടുവിടാൻ പോവുകയാണ് റാഗിയുടെ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചപ്പോഴാണ് തോന്നിയത് ഒരു വീഡിയോ എടുക്കാം എന്ന്. ഇത് കുറച്ച് തരിതരിപ്പായിട്ടുള്ള പൊടിയാണ്. ഞാൻ ആദ്യം വിചാരിക്കുകയായിരുന്നു റാഗീൻ്റെ പൊടി കൊണ്ട് എങ്ങനെ പുട്ട് ചുടും, നൈസായ പൊടിയല്ലേ, അതിനെ കൊണ്ട് എങ്ങനെയാക്കുന്നു. പക്ഷേ റാഗി പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് തരിതരിപ്പുള്ള പൊടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതാണ് ഈ റാഗി പുട്ടുപൊടി. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പുട്ട് ചുടാനുള്ള തയ്യാറെടുപ്പാണ്. ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മളുടെ റാഗി പുട്ടുപൊടി നമ്മളിങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കുഴക്കുന്നത്, എങ്കിലും മാത്രമേ അത് പ്രോപ്പറായിട്ട് അതിൻ്റെ നനവ് കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. അത് നല്ല പുട്ടിൻ്റെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. പുട്ട് ചുട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ പുട്ടിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇനി നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് നിറയ്ക്കട്ടെ. നമ്മളുടെ പുട്ടും കുറ്റി നമ്മൾ നിറച്ചിട്ടുണ്ട്. നിറയ്ക്കുന്നത് ഞാൻ കാണിച്ചില്ല, എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, പുട്ടും കുറ്റി നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പുട്ടും കുറ്റി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. മൂടി അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ വിസിൽ വെക്കാം ഇതിൽ കൂടി. അപ്പോൾ നമുക്ക് നോക്കാം. അതുവരെ അത് വേവട്ടെ. ഇതൊക്കെ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, അടുത്ത ട്രിപ്പിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് പുട്ട് ആയിട്ട് കാണാം. പുട്ടിന് ആവി വന്നു. ആവി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി ഒരു 5 മിനിറ്റ് സിമ്മാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് അവിടെ നിന്ന് വേവട്ടെ. നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. റാഗി പുട്ട് ഇത് തുറക്കാൻ പോവാണ്. കാസറോളിലേക്ക് ഇടാം. ആദ്യമായിട്ടാണ് നമ്മൾ റാഗി പുട്ട് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞു നേരത്തെ. നല്ല കളർ. ഈ കളർ കണ്ടിട്ടാണ് റാഗി പുട്ട് ഉണ്ടാക്കാനൊരു കൊതി തോന്നിയത്. പിന്നെ ഇത് വളരെ ഹെൽത്തിന് വളരെ നല്ലതാണ് പോലും ഇന്നത്തെ കാലത്ത് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ റാഗി പുട്ട്. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെക്കാം, ചൂടോടെ കഴിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പുട്ട് വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ശരി.